കേരളീയരേ, മാന്യ മലയാളി സുഹൃത്തുക്കളെ, കലമ്പും കേരളീയരേ. ഒരു കഴമ്പുമില്ലാതെ ഏത് കാര്യത്തിനും അന്യോന്യം കലമ്പും കേരളീയരേ. പ്രത്യേകിച്ച് അബല ചബലേത്യാദി ചബലോക്തികളാൽ സ്ത്രീകളോട് പോലും കലമ്പും കേരളീയരേ. നാട് ഭരിക്കാനും നയിക്കാനും തങ്ങൾക്ക് കെൽപ്പുണ്ട് എന്നവർ കാണിച്ചിട്ട് പോലും അവരോട് കലമ്പും കേരളീയരേ. സ്ത്രീ എന്ന വാക്ക് തന്നെ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ? ഏതെല്ലാം അക്ഷരം ചേർന്നാണ് സ്ത്രീ? സ് പ്ലസ് ത് പ്ലസ് സ്ത്രീ. അപ്പോൾ സുയും തുയും രും ചേർന്നതാണ് സ്ത്രീ. സ് സ ത് ത ര് ര. അപ്പോൾ സ സത്വഗുണം, ത തമോഗുണം, ര രജോഗുണം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പോൾ ഒരു കടക്കൺ കൊണ്ടുകൊണ്ട് തന്നെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനും കെൽപ്പുള്ളതാണ് സ്ത്രീ എന്ന് വരുന്നു. എന്നിട്ടും അവരോട് കലമ്പും കേരളീയരേ. നിങ്ങൾക്കറിയാമോ, മാതാമഹികൾ നമ്മൾക്ക് പണ്ടുള്ളോ വീരഭക്തികൾ അസിതാരയിൽ നിന്നിട്ടും അഭിമാനം നേടിയോ. മാതാമഹികൾ നമ്മൾക്ക് പണ്ടുള്ളോർ വീരഭക്തികൾ അസിതാരയിൽ നിന്നിട്ടും അഭിമാനം നേടിയോ. മല്ലാരി പ്രിയയായ ഭാമിയെയും തേർതെളിച്ച സുഭദ്രയെയും പോലെ 500 പേർ പടച്ചട്ടയിട്ട് ശസ്ത്രം ധരിച്ചവർ ദേശിങ്ങനാട്ട റാണിക്ക് ദേഹം സൂക്ഷിച്ചു നിന്നുപോൽ. 1ഉം 2ഉമല്ല, 500 എണ്ണം അമ്പും വില്ലും ധരിച്ച് പടച്ചട്ട അണിഞ്ഞ് ദേശിങ്ങനാട്ട റാണിയുടെ അംഗരക്ഷയ്ക്ക് ഒരുങ്ങി നിന്നിരുന്നു. പിതാ രക്ഷതി കൗമാരെ, ഭർത്ത രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യവർഹതി എന്ന് മനുസ്മൃതി ഉദ്ധരിച്ച് പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നവർ, സ്ത്രീകളെ അടിമകളാക്കി ആസ്വാദന വസ്തുക്കളാക്കി ഉറക്കറ ഗുളികകളാക്കി സ്വന്തം സുഖം തേടാൻ ആഗ്രഹിക്കുന്നവർ, ഉടുതുണി മാറുന്നത് പോലെ പുതുമ തേടിപ്പോകുന്നവർ ഒരുപക്ഷെ ശരിയത് എന്ന് ശഠിക്കുമെങ്കിലും ഒരിക്കലും മറക്കരുത്, മാതാമഹികൾ നമ്മൾക്ക് പണ്ടുള്ളോ വീരഭക്തികൾ അതിതാരയിൽ നിന്നിട്ടും അഭിമാനം നേടിയോ. മാത്രമല്ല, അടക്കളത്തിൽ അഭിമന്യുവിനെ പോലും അമ്പരപ്പിക്കത്തക്ക വിധം അത്ഭുത പരാക്രമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള അങ്കരാമണികൾ നമുക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ആരുടെ ആദരവും പിടിച്ച് പറ്റാൻ അത്രയ്ക്കർഹതയായ അസാമാന്യ ധൈര്യശാലിനിയായ ഒരു സ്ത്രീരത്നമായിരുന്നു ഉണ്ണിയാർച്ച. വടക്കമ്പാട്ടിന്റെ രീതിയിൽ പറഞ്ഞാൽ, ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച, ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച. അറിയപ്പെടുന്നത് ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച എന്ന പേരിലായിരുന്നെങ്കിലും അവർ ജനിച്ചു വളർന്ന തറവാട് പുത്തൂരമീടാണ്. ഒരു കാലത്ത് ഉത്തര കേരളത്തില് പേരും പെരുമയും നേടിയ ഒരു വീട്. വാസ്തവത്തിൽ പുത്തൂരം വീട്ടിലെ ചേകോന്മാര് ഇടത്ത് നാട്ടിന്ന് പോന്നോരാണ്. ചെരമാൻ പെരുമാള് തമ്പിരാനും പോലെ വരുത്തിയതാണ്. കാരണം പെരുമാക്കന്മാരുടെ ഭരണകാലത്ത്
നാടുനീളെ ഉയർന്നു വന്ന കലാപങ്ങളും അക്രമങ്ങളും അടിച്ചമർത്താനും ക്രമസമാധാനങ്ങൾ നിലനിർത്താനും ചേരമാൻ പെരുമാൾ തമ്പിരാനും ചേരമാൻ പെരുമാൾ ഈഴത്ത് നാട്ടിൽ നിന്ന്, ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന് കുറെ പടയാളികളെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ പുത്തൂരം വീട്ടിലെ ചേകോമാര് ഈഴത്ത് നാട്ടിന്ന് പോന്നോരാണ്. തണ്ടായ്മ വീട്ടായ്മ മുതലായ 18 സ്ഥാനമാനങ്ങൾ ലഭിച്ച തറവാട് പ്രശസ്തിയുടെ ഉച്ചകോടിയിലെത്തിയത് കണ്ണപ്പച്ചേകവരുടെ കാലത്താണ്. അദ്ദേഹം 7 അംഗം വെട്ട് ജയിച്ചു, 12 അംഗം പതിവ് തീർത്തു, 22 അംഗം താരി താഴ്ത്തി. അമ്പാടി വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹം വിവാഹം ചെയ്തത്. 3 മക്കൾ: ആരോമൽ, ഉണ്ണിയാർച്ച, ഉണ്ണിക്കണ്ണൻ. അദ്ദേഹത്തിന് ഒരനന്തരവനുണ്ടായിരുന്നു, ചന്തു. വാസ്തവത്തിൽ ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കൾ മരിച്ച് ചന്തുവിനെ സ്വന്തം മകനെ പോലെ കണ്ണപ്പച്ചേകവർ വളർത്തി. ചന്തുവിന്റെ മുറപ്പെണ്ണാണ് ഉണ്ണിയാർച്ച. ചന്തുവിനെ അവൾ വിവാഹം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചന്തുവിന്റെ സ്വഭാവത്തിൽ അത്ര വിശ്വാസമില്ലാതിരുന്ന ആരോമച്ചേകവർ അതിനനുകൂലിച്ചില്ല. ആദ്യസുന്ദരിയും സമർത്ഥിയുമായ തന്റെ സഹോദരിക്ക് അനുരൂപനായ വരൻ ആറ്റിമണമ്മ കുഞ്ഞിരാമൻ ആയിരിക്കുമെന്ന് അയാൾ തീരുമാനിച്ചു. ആ വിവാഹം ആർഭാടപൂർവ്വം നടക്കുകയും ചെയ്തു. അങ്ങനെ പുത്തൂരം വീട്ടിലെ ആ പെൺകുട്ടി ആറ്റിമണമേലെ ഉണ്ണിയാർച്ചയായി മാറി. ഒരു രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന ഉണ്ണിയാർച്ച ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അല്ലിമലർക്കാവിൽ കൂത്തല്ലാണ്, അയ്യപ്പൻ കോവിൽ വിളക്കല്ലാണ്. അല്ലിമലർക്കാവിൽ കൂത്തല്ലാണ്, അയ്യപ്പൻ കോവിൽ വിളക്കല്ലാണ്. അഞ്ചനക്കാവിലെ വേലപൂരം. അല്ലിമലർക്കാവിൽ കൂത്താണ്, അയ്യപ്പൻ കോവിൽ വിളക്കാണ്, അഞ്ചനക്കാവിലെ വേലപൂരമാണ്. എന്താണെന്നോ, അയലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അയൽവക്കത്തുള്ള പെണ്ണുങ്ങളെല്ലാം അതിന് പോകുന്നുമുണ്ട്. അതാണ് തകരാറ്. പൊതുവെ സ്ത്രീകളിൽ കാണുന്നൊരു പ്രത്യേകതയാണിത്. അവർക്കത്ര വലിയ താല്പര്യമുള്ള കാര്യമാണെന്ന് വേണമെന്നില്ല. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ തനിക്കും അത് അനുകരിക്കണമെന്നൊരാഗ്രഹം, അല്ലെങ്കിൽ പോരായ്മയാണെന്ന് ഒരു അപകർഷതാബോധം. വടക്കേതിലെ മീനാക്ഷി, തെക്കേതിലെ കാമാക്ഷി, കിഴക്കേതിലെ നളിനാക്ഷി, പടിഞ്ഞാറേതിലെ പങ്കജാക്ഷി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് സാധാരണ സ്ത്രീജനങ്ങളിൽ കാണുന്നൊരു സ്വഭാവം. അതുകൊണ്ടായിരിക്കണം പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ഞെട്ടി ഉണരുന്നു ഉണ്ണിയാർച്ച, പുലർച്ചയ്ക്ക് വിളക്കുമേ കൊളുത്തുന്നുണ്ട്, മുറ്റം അടിക്കുന്നു. പുലരുവാൻ 7:30 രാവുള്ളപ്പോഴേ എഴുന്നേറ്റു, വിളക്ക് കൊളുത്തി, മുറ്റമടിച്ചു. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. ഇതെല്ലാം സാധാരണ എല്ലാ വീട്ടിലും നടക്കാറുള്ളതല്ലേ, പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇവിടെ ആരാണ് മുറ്റമടിച്ചത്, ആരാണ് വിളക്ക് കൊളുത്തിയത് എന്നുള്ളതാണ് പ്രശ്നം. അന്നത്തെ കടത്തനാട്ട് രാജാക്കന്മാരോടൊപ്പം സ്ഥാനബഹുമാനമുള്ള പുത്തൂരം വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി തുല്യ പ്രാധാന്യമുള്ള ആറ്റിമണമേൽ വിവാഹം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഗ്രഹനായകന്റെ ഭാര്യ അവരാണ്. മുറ്റം അടിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ന് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തിക സ്ഥിതിയും അല്പം വിദ്യാഭ്യാസവും ലഭിച്ചു പോയാൽ പിന്നെ വീട്ടുവേല ചെയ്യുന്നത് ഡീസൻസിക്ക് കുറവാണെന്ന് വിചാരിച്ച് വേലക്കാരിയെ തള്ളി അലങ്കോലപ്പെടുത്തുന്നതല്ല ഒരു പെൺകുട്ടിയുടെ കർത്തവ്യം. അതുകൊണ്ട് പുലർച്ചയ്ക്ക് വിളക്കുമേ കൊളുത്തുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ തറവാടുകളിൽ നിർബന്ധമായിരുന്നത് ഇന്ന് തേഞ്ഞു മാഞ്ഞില്ലാതെ വന്നിരിക്കുന്നതുമായ ചടങ്ങാണ് വെളുപ്പാങ്കാലത്ത് വിളക്ക് കൊളുത്തുന്നത്. എന്തിനാണ് വെളുപ്പാങ്കാലത്ത് വിളക്ക് കൊളുത്തുന്നത് എന്ന് ചോദിച്ചാൽ കാരണവന്മാർ പറയുന്നത് ദിനാന്തേ നിഹിതം തേജഃ സവിത്രേവ കുദാശന. അതായത് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ലോകം മുഴുവൻ ഇരുട്ടായി പോകുമെന്ന് വിചാരിച്ച് കരുണാധിയായ സൂര്യദേവൻ തന്റെ പ്രകാശം വിളക്കുകൾക്ക് കടം കൊടുക്കുന്നു. അങ്ങനെ കടം കൊടുത്ത് സൂര്യദേവന്റെ നിറമങ്ങ് മങ്ങി അദ്ദേഹം ചുമപ്പായിട്ട് അസ്തമിക്കുന്നു. പിറ്റേ ദിവസം അതേ ചെമപ്പ് നിറത്തിൽ പൊങ്ങി വരുന്ന സൂര്യദേവന് കടം വാങ്ങിച്ച ആ പ്രകാശം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വിളക്ക് കൊളുത്തി വെക്കുന്നു. അദ്ദേഹം അല്പാൽപ്പം തിരിച്ചെടുക്കുന്നതോടെ സൂര്യന്റെ പ്രകാശം വർദ്ധിക്കുന്നു, വിളക്കുകളുടെ പ്രഭ കുറയുന്നു. അപ്പോൾ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പണ്ടൊക്കെ വെളുപ്പാങ്കാലത്ത് വിളക്ക് കൊളുത്തിയിരുന്നത്. ഇന്ന് കൊളുത്താത്തതോ? കടം വാങ്ങിച്ചാൽ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കരുത് എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം. തന്നെയല്ല, ഈ വെളുപ്പാങ്കാലത്ത് വിളക്ക് പറഞ്ഞാല് നമ്മുടെയൊക്കെ വീടുകളിൽ അത് സാധാരണ പറ്റുന്ന കാര്യമാണോ? ഇനി നമ്മുടെ എല്ലാം വീടുകളില് ഇപ്പൊ പെൺകുട്ടികള് രാവിലെ എഴുന്നേൽക്കുന്നപ്പോഴാ ഒരു 12 മണി 13 മണി 14 മണിയാകുമ്പോ. പക്ഷേ പണ്ടത്തെ കാലത്ത് അത് നടപ്പില്ല. അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് മുറ്റമടിച്ച് പാത്രം കഴുകി കഞ്ഞി വെച്ച്
അന്ന് കഞ്ഞിയാണ്. ഇപ്പോ പരിഷ്കാരം കയറി നമ്മളൊക്കെ ചായയും കോഫിയും ആണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ട് ഈ ആരോഗ്യത്തിന് പറ്റുന്ന സാധനങ്ങളെ ഉപയോഗിക്കാവൂ എന്ന് കാരണവന്മാർക്ക് ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കഞ്ഞി വെച്ച് കഞ്ഞിയാവട്ടെ എന്തുവാട്ടെ. ഇന്നത്തെ കാലത്ത് രാവിലെ ഏതെങ്കിലും പെണ്ണ് ആഹാരം പാചകം ചെയ്താൽ വിവാഹിതയാണെങ്കിൽ ആദ്യമേ ആർക്കാണ് വിളിച്ചു കൊടുക്കുക? എല്ലാവർക്കും അറിയാം ആർക്കാണെന്ന്. പക്ഷെ പണ്ട് നടപ്പില്ല. മേൽക്കോടതികൾ വേറെ ചിലതുണ്ട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആദ്യം അച്ഛനെ ചെന്ന് മുട്ടി വിളിച്ചു. ആരാത്? ഉണ്ണിയാർച്ച. എന്താ മോളെ? കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കാനോ? ഇപ്പോഴോ? നേരവും നന്നേ പുലർന്നിട്ടില്ല. നേരം വെളുത്തില്ലല്ലോ, അതിനു മുമ്പ് നീ കഞ്ഞി കുടിക്കണമെന്ന് പറയുന്നത്? കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞത്, കഞ്ഞി കുടിക്കാൻ വിളിച്ചത്, കഞ്ഞി കുടിക്കുന്നത് അച്ഛനറിയാമല്ലോ. പുത്തൂരം വീട്ടിൽ നിന്നും പോന്നേ പിന്നെ ആറ്റുമണം മേലും വന്നേ പിന്നെ. പുത്തൂരം വീട്ടിൽ നിന്നും പോന്നേ പിന്നെ ആറ്റുമണം മേലും വന്നേ പിന്നെ. കാഴ്ചക വേല ഞാൻ കണ്ടിട്ടില്ല. പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നതിന് ശേഷം ഈ ആറ്റുമണമേൽ വന്നതിന് ശേഷം കാഴ്ചയും വേലയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലിമൽക്കാവിൽ കൂത്താണ്, അയ്യപ്പൻ കോവിൽ വിളക്കാണ്, അഞ്ചനക്കാവിലെ വേലപൂരമാണ്. എന്താണെന്ന്? നിവർത്തിയില്ല. എനിക്കൊറ്റ മകനേ ഉള്ളൂ, കുഞ്ഞിരാമൻ. അവൻ തുടങ്ങുമ്പോൾ 1000 നിർത്തുമ്പോൾ 1001 കിട്ടുന്ന വമ്പിച്ചൊരു ബൈക്കിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങും പോകാൻ നേരമില്ല. തന്നെയല്ല, അവന് വെറുതെ വെള്ളിക്കാൻ എനിക്ക് മനസ്സില്ല. എന്താ, ഭർത്താവ് ഭാര്യയോടുകൂടി ഉത്സവം കാണാൻ പോയാൽ മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഒരു ഭർത്താവും ഒരു പൂരത്തിനും പോകാനിടയില്ലല്ലോ. ഇവിടെ അതല്ല കാര്യം. പോകുന്നതിനിടയ്ക്ക് ഒരു തകരാറുണ്ട്. നാഗപുരത്തോരു നല്ലങ്ങാടി മാപ്പിളപ്പുള്ള നാഗപുരത്തോരു നല്ലങ്ങാടി മാപ്പിളപ്പുള്ള നാടങ്ങാടി. അതാണ് പ്രശ്നം. നാഗപുരത്ത് നല്ലങ്ങാടി കൂടി വേണം അല്ലിമലക്കാവിലേക്ക് പോകേണ്ടത്. അത് മാപ്പിളപ്പുഴപ്പുള്ള നാടാണ്. അവിടെ മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം സഹോദരന്മാരെ പറ്റിയാണ്. ഇത് കേട്ടാലും വക്കാണത്തിനൊന്നും വരരുത് കേട്ടോ. എല്ലാ നാട്ടിലും എല്ലാ ജാതി മതസ്ഥരിലും എല്ലായ്പ്പോഴും നല്ലവരും ചീത്തയായ ആളുകളും കാണും. ആ കൂട്ടത്തിൽ അന്ന് നാഗപുരത്തുണ്ടായിരുന്ന കുറച്ചാളുകൾ അങ്ങനെ ആയിപ്പോയി എന്നല്ലാതെ പരിശുദ്ധമായ ഇസ്ലാം പാരമ്പര്യമുള്ളവർ, മഹാനായ മുഹമ്മദ് നബിയുടെ വംശപരമ്പരയിൽപ്പെട്ടവർ അല്ലാഹു അല്ലാഹ് അൽഹംദുലില്ലാഹ് ആലമെല്ലാം പടൈത്തൽ ഹംദുലില്ലാഹ് ബില്ലാഹി ബില്ലാഹ് ഇലങ്കും ബിസ്മില്ലാഹ് ഇരയവനേ ഉമക്കെതുവും നികരില്ല. അല്ലാഹു അല്ലാഹ് അൽഹംദുലില്ലാഹ് ആലമെല്ലാം പടൈത്തൽ ഹംദുലില്ലാഹ് അല്ലാഹു അല്ലാഹ് അൽഹംദുലില്ലാഹ് ആലമെല്ലാം പടൈത്തൽ ഹംദുലില്ലാഹ് ബില്ലാഹി ബില്ലാഹ് ഇലങ്കും ബിസ്മില്ലാഹ് ഇരയവനേ ഉമക്കെതുവും നികരില്ല. ബില്ലാഹി ബില്ലാഹ് ഇലങ്കും ബിസ്മില്ലാഹ് ഇരയവനേ ഉമക്കെതുവും നികരില്ല. പുൽഖി അല്ലാഹ് என்று യജമാനേ റബ്ബേ உபரத்தொழிவாய் வந்த பூமானே புல்லும் படைத்து தன்னை ஆடோனே ஆக்கவும் அழிக்கவும் வல்லோனே புல்லும் படைத்து தன்னை ஆடோனே ആക്കവും അഴിക്കവും വല്ലോനേ എന്ന് പറയുന്ന പരിശുദ്ധ പാരമ്പര്യത്തിൽപ്പെട്ടവരാരും പുളപ്പുള്ളവരല്ല. പക്ഷേ ആ നാഗപുരത്തോരു നല്ലങ്ങാടി മാപ്പിളപ്പുള്ള നാടല്ലാണ്. നിന്നെ അവരങ്ങാൻ കണ്ടുപോയാൽ മൂപ്പന്റെ മാളികയ്ക്ക് വരും. നിന്നെ അവരങ്ങാൻ കണ്ടുപോയാൽ മൂപ്പന്റെ മാളികയ്ക്ക് വരും. നിന്നെ കണ്ടാൽ മൂപ്പന്റെ മണിവാളികയിലേക്ക് കയറ്റിക്കളി വരും. നിനക്കെന്താ ഇത്ര പ്രത്യേകത? അതിൽ എന്തുമാത്രം പെണ്ണുങ്ങൾ പോയിരിക്കുന്നു, അവരാരെയും കൊണ്ടുപോകുകയില്ല, നിന്നെ മാത്രം കൊണ്ടുപോകുമെന്ന് പറയാൻ അതിനൊരു കാരണമുണ്ട്. ആ വയസ്സൻ തന്നെ പറയുന്നു, കണ്ടാൽ തികവുള്ള പെണ്ണല്ലാണ്
കണ്ടാൽ തികവുള്ള പെണ്ണല്ല. നീ കണ്ടാൽ തികവുള്ള പെണ്ണാണ് എന്ന് വെച്ചാൽ കണ്ടാൽ എന്നർത്ഥം. ഓരോ കവികളും അവരവരുടെ നായികമാരെ വർണ്ണിക്കാൻ എന്തെല്ലാം പാടാണ് വിടുന്നത്. ചിലരിങ്ങനെ തുടങ്ങുമല്ലോ, സ്വർണാഭഗോലും ഗഡ്ഡപല്ലവൻ ചുംബിക്കുന്ന കർണഭൂഷണം മെല്ലെ കുണുക്കി കാണുന്നവർക്ക് കണ്ണിനും കരളിനും കൂരുമി കൂരമ്പെന്ന് തന്നെത്താൻ ഓർത്തും പേർത്തും പൊന്നിനെ പൂമേനിയെ തോൽപ്പിക്കുന്ന മനോഹര ഗാത്രി. ഇനി വേറെ ചിലരുണ്ട്. പൊൻകുടമംഗമതിങ്കവിശങ്കമകൃതിതൻ കഥയും കളയും കനകുങ്കുമ പങ്ക സുസങ്കലിത കുളിർ കൊങ്കക കാൺകമതങ്കലര് കിളചാരുമത്തമതങ്കജയാനവടാരും അത്തരമർന്നിട്ട് അഭിരുചി ചേരി ഉദ്ധമിയായി വിലസുന്നൊരു നാരി ഇത്തരമില്ല ദൃഢം ഭുവി. ഇനി വേറെ ചിലരുണ്ട്. പൊൻപവിഴച്ചിരി ചുണ്ടും മലരം തൊടുത്തുള്ളോരമ്പ് കതിങ്ങും വില്ലും കൂലച്ചെന്തല്ലോ നായകത്ത ബിവി തലമൂടി വണ്ടിൻ കറുപ്പോ മികവൊത്ത സൂറുമ കണ്ണാതും വെട്ടിത്തിരിപ്പോ കൈ നിറച്ചവ കുപ്പി വളയിട്ടേ അതാ രണ്ട് ചെപ്പു പതിച്ച് നിറച്ചവ വെച്ചിട്ടേ കണ്ടാശയിൽ നല്ല കണക്കിളി മൊഴി കേട്ട് പച്ചവെള്ളം ദാഹിച്ചപ്പോഴും നൊന്തൊരു ചിന്തയിൽ വെന്ത് വരണ്ടില്ലേ. ഇതൊന്നുമില്ല. ഒരൊറ്റ വരിക്ക് നിർത്തി ആ വടക്കം പാട്ടുകാരൻ. അദ്ദേഹം പറയുന്നത്, പെണ്ണുങ്ങൾ കണ്ട കൊതിക്കുമല്ലോ, പെണ്ണുങ്ങൾ കണ്ട കൊതിക്കുമല്ലോ. നിന്നെ കണ്ടാൽ പെണ്ണുങ്ങൾ പോലും കൊതിക്കുമെന്ന് പറഞ്ഞ പിന്നെ ആണുങ്ങളുടെ കഥ അത്രയ്ക്ക് സുന്ദരിയാണ്. ഇനി അല്പം വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. ഈ വടക്കം പാട്ടിലൊന്നും കവിതയില്ല. അത് വായിക്കുന്നത് മെനക്കേടാണ്, സമയം കൊല്ലുന്ന പണിയാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ടല്ലോ. ഇന്ന് അമരത്തിൻ മുകളിൽ ഇരിപ്പത് മഞ്ഞക്കിളിയോ മരനായോ എന്ന് ചോദിക്കുന്ന ഉത്പ്രേക്ഷക്കാര് കവികുഞ്ചരന്മാര്. ആ നാടോടിപ്പാട്ടുകാരൻ, ആ ഗ്രാമീണ ഗായകൻ തന്റെ നായികയുടെ വർണ്ണസൗഭാഗ്യത്തെപ്പറ്റി പാടിയിരിക്കുന്നത് നോക്കേണ്ടതാണ്. കുന്നത്ത് വെച്ച വിളക്ക് പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുന്നത്ത് വെച്ച വിളക്ക് പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, ഇളമാവിൻ തൈ തളിർത്ത പോലെ, കുന്നത്ത് പൂത്തോരു കൊന്ന പോലെ, ഇളമാവിൻ തൈയെ തളിർത്ത പോലെ, കുന്നത്ത് പൂത്തോരു കൊന്ന പോലെ. തങ്കക്കാന്തി തങ്കുന്നാണ് നിന്റെ പേര്. നീ പോകുന്ന അപകടമാണ്. പിന്നെ പോയൊക്കെ നിർബന്ധമാണെങ്കിൽ അമ്മയോട് ചോദിക്കേ, അമ്മ അനുവദിക്കുന്നെങ്കിൽ പൊയ്ക്കും. ഇവിടെ അമ്മയെന്ന് പറയുന്ന അമ്മാവിയമ്മയാണ്. എത്ര നല്ല അമ്മാവിയമ്മ ആയാലും ഈ അമ്മാവിയമ്മയാകുമ്പോൾ അല്പം വ്യത്യാസം വരുമെന്നാണ് വയ്പ്. കുറച്ചധികാരവും അവകാശവും അസൂയയും അഹങ്കാരവും ഒക്കെ ഉണ്ടാകുമല്ലോ. ഏതായാലും ഇവിടെയും ഒരു രക്ഷയും കിട്ടിയില്ല. ഉണ്ണിയാർച്ച നേരെ ചെന്ന് കുഞ്ഞിരാമനെ വിട്ടുപിടിച്ചു. പിന്നെ കുഞ്ഞിരാമൻ മാത്രം നേരം വെളുത്തില്ലല്ലോ എന്നൊന്നും ചോദിച്ചില്ല. കാരണം ആരാവെന്ന് വിളിച്ചത്? വിളിച്ച ഉടനെ വിളി കേട്ടു. എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേറ്റു, വലിയേക്കാൻ പറഞ്ഞു വലിയ വെച്ചു, മുഖം കഴുകാൻ പറഞ്ഞു മുഖം കഴുകി, കഞ്ഞി കുടിക്കാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. എതിരിടാൻ വഴിയില്ലല്ലോ. ഇവിടെയും പെണ്ണുങ്ങളുടെ ഒരു മനഃശാസ്ത്ര കവി കാണിക്കുക. അച്ഛനോടും അമ്മയോടോ പറഞ്ഞ രൂപത്തിലല്ല. കഞ്ഞിയൊക്കെ ഒഴിച്ചു കൊടുത്ത് പതുക്കെ അങ്ങനെ പുറകിൽ നിന്നിട്ട്, കഞ്ഞി ഇത് മതിയോ? ആകെ കുറച്ചല്ലേ കുടിച്ചുള്ളൂ, അല്പം കൂടി ഒഴിക്കട്ടെ. ചൂട് കൂടുതലാണോ? കുറച്ച് വെള്ളം ചേർത്താലോ? അയ്യോ ഈ പപ്പടം തൊട്ടില്ലല്ലോ, ചമ്മന്തി കുറെ കൂടി ഇടട്ടെ എന്നിങ്ങനെ ചോദിച്ച് ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട് ആടിക്കുഴഞ്ഞവൾ ഉണ്ണിയാർച്ച, ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട് ആടിക്കുഴഞ്ഞവൾ ഉണ്ണിയാർച്ച. നിങ്ങളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അപ്പോഴേ അപ്പുറത്ത് കേട്ടോ ദാണ്ടെ. മറ്റുള്ളവരോട് ഭർത്താവിനെ പറ്റി പറയുന്നത് അങ്ങേര്, അരിയാൻ, ഞങ്ങളുടെ ആള്, കുഞ്ഞിന്റെ അച്ഛൻ, സരസന്റെ അച്ഛൻ, നരസുന്റെ അച്ഛൻ, എന്റെ മോന്റെ അച്ഛൻ. സംശയം ഉണ്ടെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച. പക്ഷേ ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് ഭർത്താവിനെ വിളിക്കുന്നത് ഐസേ, ഹസേ, നൊസേ, ഡിയർ, ബിയർ, ഹലോ എന്നൊക്കെയാണല്ലോ. പണ്ട് അങ്ങനെയല്ല. അതുകൊണ്ട് ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട് ആടിക്കുഴഞ്ഞവൾ ഉണ്ണിയാർച്ച. പിന്നെ
ഈ ആടിക്കുഴച്ചിലിനുകൊണ്ട് ശക്തി ഈ വിവാഹിതരായിട്ടുള്ളവർക്ക് നല്ലതുപോലെ അറിയാം. വിവാഹത്തിന് ശേഷം അവർക്ക് എന്തെല്ലാം ബന്ധപ്പാടുകളാണ്, കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടുജോലികൾ, എന്തെല്ലാം പ്രാരബ്ധങ്ങളാണ്. ഒരുപക്ഷെ ഭർത്താവ്, ഇതേ എനിക്ക് അത്യാവശ്യമായ ഒരു കൂട്ടുകാരനെ കാണാൻ പോകണം, അല്പം ഊണം, ഊണ്, കുഞ്ഞു കിടന്ന് കഴിയുമ്പോഴാ ഊണ് എന്ന് പറയുന്ന സ്ത്രീ അടുത്തൊരു ഉത്സവം, ഒരടിയന്തരം, എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരട്ടെ, അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ കിഴക്ക് വയസ്സ് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും. വേഗം വന്നാട്ടെ, കയ്യും കാലും മുഖം കഴിയും, ഊണ് കഴിച്ചാട്ടെ. ഭർത്താവിനൊരു സംശയം, ഇത് തന്നോട് തന്നെയാണോ പറയുന്നത്, അതോ പുറകിൽ വേറെ വല്ലവരും ഉണ്ടോ? ആരുമില്ല. ധൈര്യമായി ഊണ് കഴിക്കാൻ അങ്ങ് ചെന്ന് അതിലൊരുങ്ങുമ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞെഴുന്നേറ്റ് മാക്കൊരു നിലവിൽ, അയ്യോ നീ കുഞ്ഞിനെ എടുക്ക്, അതിന്റെ കരച്ചിൽ നിർത്ത്, എന്നിട്ട് മതി ഊണ്. അവിടെ കിടന്ന് കരയട്ടെന്ന് കഷ്ടപ്പെട്ട് വരുമ്പോഴാ കുഞ്ഞ്. ഇത് കേൾക്കുമ്പോഴേ പാവപ്പെട്ട വിചാരിക്കും, ഈശ്വരാ നമ്മുടെ നല്ല കാലം കൊണ്ട് ഏതാണ്ടൊരു വ്യത്യാസമൊക്കെ വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഈ പൊടി സമാധാനത്തിലാണ് ചെല്ലുന്നത്. വിഭവങ്ങളും കാണും കുറെ കൂടുതലായിട്ട്. കാര്യമായി ഊണ് കഴിച്ച് ഇങ്ങോട്ട് വന്ന് ബീഡി വലിക്കേണ്ട ആളാണെങ്കിൽ ബീഡി, സിഗരറ്റുകാരനാണെങ്കിൽ അതുമൊക്കെ പോയിച്ചിരിക്കുമ്പോൾ ഈ മുറുക്കാൻ, അതിനു മുമ്പ് വല്ലപ്പോഴും മുറുക്കാൻ എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ കിട്ടിയെന്ന് വരികയില്ല. പിന്നെ അയാളുടെ മുഖത്ത് ആ രീതി അനുസരിച്ച് എടുത്തു കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ തന്റെ കുറവും അങ്ങേരുടെ കയ്യും തമ്മിൽ വല്ല പൊരുത്തക്കേടും പറ്റി പോയെങ്കിലോ എന്ന് വിചാരിച്ചാണ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ ആ ദേഷ്യം തീർക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഓഹോ, ഞാൻ തന്നെ വെറ്റില് തേയ്ക്കണം, തെറുക്കണം, എന്നാലും മുറുക്കും, എന്നോ മുറുക്ക് മുറുക്ക് മുറുക്ക്. വെറ്റിലയിൽ ഒരു ഒറ്റ തേപ്പാണ്. തേച്ച് തെറുത്ത് കൊടുത്താൽ ഒരൊന്നൊന്നരാഴ്ചത്തേക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ ആ പാവപ്പെട്ടവര് സാധ്യമല്ല. ദേഷ്യമെല്ലാം ആ ചുണ്ണാമ്പൽ അങ്ങ് തീർത്തെടുക്കുമെന്നർത്ഥം. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒന്നാം തരം കിളിവാലൻ വെറ്റില, പഴുക്ക പാക്ക്, ചക്കര പുകയില എല്ലാം ചേർത്താണ് കൊടുപ്പ്. അങ്ങനെ കുറുക്കി ചൊകചക എന്ന് വരുമ്പോൾ പതുക്കെ പുറകെ നിന്നിട്ട്, അപ്പോഴേ എന്താ, ഒന്നുമില്ലേ, എന്താ, അല്ല അല്ല ഓണത്തിന് കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് എന്താ കാര്യം എന്ന് തുറന്നു പറ. അല്ലേ, ഓണത്തിന് കുഞ്ഞുങ്ങൾക്ക് ഒറ്റ പിടുത്തമാണ്. ഒറ്റയെഴുതിയാലും ശരി, തീരെഴുതിയാലും ശരി, പിന്നെ എന്തെന്ത് സാഹസം അനുഷ്ഠിച്ചായാലും അവരുടെ ആഗ്രഹം അക്ഷരം പ്രതി സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ആ പാവപ്പെട്ടവന്റെ കർത്തവ്യമാണ്. ഇക്കാര്യം നല്ലവണ്ണം അറിയാവുന്ന ആ പാരമ്പര്യത്തിൽപ്പെട്ട ഉണ്ണിയാർച്ചയും ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട്, ആടിക്കുഴഞ്ഞവൾ ഉണ്ണിയാർച്ച. ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട്, ആടിക്കുഴഞ്ഞവൾ ഉണ്ണിയാർച്ച. പക്ഷേ കുഞ്ഞിരാമന്റെ അടുത്ത് മാത്രം ആ സൂത്രം പറ്റിയില്ല. നീ വെറുതെ തല്ലി മേടിക്കും, മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ നിന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നടക്കാനല്ല സമയം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതാ ചൂരക്കോലാണ് അടച്ചിരിക്കുന്നത്, നീ വാങ്ങിക്ക് സമ്മാനം. എന്റെ അച്ഛനമ്മമാർ എന്നെ ശിക്ഷിച്ചിട്ടില്ല, എന്റെ ഗുരുനാഥന്മാർ എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഞാൻ ആരാണെന്നറിയാമോ? ഏഴെങ്കം പറ്റ ജയിച്ച പന്തീരണെങ്കും പദവീർത്ത് 22 താഴ്വാർത്തിയ പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചകർ വർഷപുത്രി പരാക്രമശാലിയായ ആരോപച്ചകർ നേട്ടങ്ങൾ ഉണ്ണിയാച്ച. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ താമസിച്ചില്ല. ചിറ്റെല്ലിന്റെ എണ്ണ എടുക്കുന്നുണ്ട്, തലനിറ എണ്ണയും തേക്കുന്നുണ്ട്. ചിറ്റെല്ലിന്റെ എണ്ണ എടുക്കുന്നുണ്ട്, തലനിറ എണ്ണയും തേക്കുന്നുണ്ട്. ഇരിപ്പ പിണ്ണാക്കോട് കോഴിമുട്ട, ഇഞ്ചി പുളിഞ്ചിക്കാവാകത്താളി. ഇരിപ്പ പിണ്ണാക്കോട് കോഴിമുട്ട, ഇഞ്ച പുളിഞ്ചിക്കാവാകത്താളി. താളി പതച്ച് കുറുമ്പരിച്ച് മേനിയിൽ തേച്ച് മെഴുക്കിളക്കി. താളി പതച്ച് കുറുമ്പരിച്ച് മേനിയിൽ തേച്ച് മെഴുക്കിളക്കി. ഒന്നാം തരമായിട്ട് കുളിച്ചു, ചന്ദനം ഉരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം ചാർത്തി, അഞ്ചരം കൊണ്ട് കണ്ണെഴുതി, കുമ്പം കൊണ്ട് പൊട്ടുകുത്തി, കത്തൂരി കളഭങ്ങൾ മെയിൽ പൂശി, കാതിൽ പൊന്തോട, കഴുത്തിൽ 7 ചുറ്റുള്ള പൊന്മാല, കയ്യിൽ രാമായണം കൊത്തിയ വള, 6 വിരലിലും പൊന്മോതിരൻ, കൊട്ടോമ്പടി വെച്ച പൊന്നരഞ്ഞ, ചമയങ്ങളൊക്കെ ചമഞ്ഞ് 42 മുഴമുള്ള ചൊയല. അന്ന് അതാണ്. ഇന്ന് ചേലയില്ലല്ലോ, മുഴുവൻ സാരിയാണ്. മുഴുവൻ സാരി എന്നും പറഞ്ഞുകൂടാ, ഭൂരിപക്ഷവും ഹാഫ് സാരിയാണ്. അത് തന്നെ പണ്ട് 6 മുഴം ഉണ്ടായിരുന്നു, ഇന്ന് ചുരുങ്ങി 4 പോകട്ടെ. 4 അല്ല 40 മുഴമുള്ള സാരിയാണെങ്കിലും ഉടുക്കുന്ന വിധത്തിലല്ലേ. കുറെ നാളുകൾക്ക് മുമ്പ് ബ്ലൗസിന് ഒരു പരിഷ്കാരം ഉണ്ടായി. നിങ്ങൾ ഓർമ്മിക്കുന്നു? കൈ അങ്ങ് ചുരുങ്ങി മേലോട്ട് കയറി അവസാനം കൈ തന്നെ ഇല്ലാതായി. അന്നൊരു കവി മനംനൊന്ത് പാടി
ചട്ടക്കൈയും കുറുകി കുറുകി കഷ്ടം ഇത് ഇവിടെ ചെന്ന് നിലയ്ക്കുമെന്ന് ജീവാധീനം കൈ കീഴോട്ട് പോന്നു. പക്ഷേ കൈ കീഴോട്ട് പോരുന്തോറും ഉടല് മേലോട്ട് കയറാൻ തുടങ്ങി. എടാ, പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തോം കുത്തി പട എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഈ സമയത്ത് കൈ പറഞ്ഞു, ആഹാ, ഞാൻ താഴോട്ട് പോരുമ്പോൾ നീ മേലോട്ട് പോവുകയാണ്, എന്നാൽ ഞാനും വരുന്നു. അങ്ങനെ കൈയും ഉടലും തർക്കിച്ച് മേലോട്ട് പോയപ്പോൾ കഴുത്ത് പറഞ്ഞു, ഓ, നിങ്ങൾ രണ്ടുപേരും മേലോട്ട് വരുന്നെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞാനിതാ കീഴോട്ട് എന്ന്. ഈ 42 കൊണ്ടുള്ള ചേരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദേഹവാസകലം മറച്ച് ചുളി തീർത്ത് പൂക്കെല്ലാം വെച്ച് നീട്ടിയുടുത്ത് ഉറുമിയുടെ തലയിൽ പൂട്ടി ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സഹോദരൻ ആരോമൽ ചേകവരെ കാണാം, ഒരുമിച്ച് പോകാമെന്ന് കരുതിയാണ് അവർ ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ചേകവർ നേരത്തെ പോയി. ഉണ്ണിയാർച്ചയ്ക്ക് ഒരല്പം പരിഭ്രമം ഉണ്ടാകാതെ വരുന്നില്ല. കുഞ്ചിരാമൻ അങ്ങ് ചെന്നു. ഉണ്ണിയാർച്ച ധരിച്ചു പോയാൽ പിന്നെ അദ്ദേഹത്തിന് ഉറച്ചിരിക്കാൻ സാധ്യമല്ലല്ലോ. പിന്നെ ഉണ്ണിയാർച്ച, നിന്റെ ധൈര്യമാ. നാഗപുരത്തുള്ളവർ ദൂരെ വച്ചേ അവരെ കണ്ടു. അന്ന് അതിലെ പോകുമെന്ന് നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുള്ള നാലിടുന്നള്ളത്തും പോയി കഴിഞ്ഞു. അതാ ഒരു പുരുഷനും സ്ത്രീയും. ഇവരാര്? വാസ്തവത്തിൽ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നാഗപുരത്തുള്ളവർക്ക് തോന്നി, മാനത്തുന്നെങ്ങാനും പൊട്ടി വീണോ, ഭൂമി പിളർന്നങ്ങാൻ വന്നതാണോ. മാനത്തുന്നെങ്ങാനും പൊട്ടി വീണോ, ഭൂമി പിളർന്നങ്ങാൻ വന്നതാണോ എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ഒരു അത്ഭുത തേജപ്പുഞ്ചം. ഇവനെ പിടിച്ച് കെട്ടിയിടണം, ഇവളെയും നമ്മൾക്ക് കൊണ്ടുപോകണം. മൂപ്പന് ചേർന്നൊരു പെണ്ണിവളെ പിടിച്ച പിടിയിൽ കൊണ്ടുപോകണം. കുഞ്ഞിരാമനെ പിടിച്ചു കെട്ടി ഉണ്ണിയാർച്ചയെയും പിടിച്ച് മൂപ്പന് സമ്മാനിക്കാൻ നാഗപുരത്തുകാർ തീരുമാനിച്ചു. കുഞ്ഞിരാമൻ നിന്ന് കിട്ടുകിട്ടാ വിറക്കുകയാണ്. പണ്ട് കുഞ്ചൻ നബിയാരും ഇതുപോലെ ചില കുഞ്ഞിരാമന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ അസുരന്മാരെല്ലാം ഭൂലോകം ആക്രമിച്ചത്രേ. അങ്ങനെ അന്ന് 100 ധനുജന്മാർ വീട് കുത്തിക്ക വരുമ്പോൾ ഉത്തരത്തിൻ മുകളേറി പാർത്തുപോലും കുഞ്ഞിരാമൻ. 100 ധനുജന്മാർ വീട് കുത്തിക്ക വരുമ്പോൾ ഉത്തരത്തിൻ മുകളേറി പാർത്തുപോലും കുഞ്ഞിരാമൻ. ഒത്തിവെച്ച പാവയതെന്നോർത്തുപോലും അസുരന്മാരയാളെ കണ്ടു. അവർ വിചാരിച്ചു, എന്ത് മനോഹരമായ പ്രതിമ, ഇതാര് ചെയ്തത്, ഇതേത് കലാകാരന്റെ അതുല്യമായ ഭാവന എന്നവർക്ക് തോന്നണമെങ്കിൽ ആ ഇരിപ്പിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ കുഞ്ഞിരാമനും കോമരം തുള്ളുന്നത് പോലെ ആലിനെ പോലെ അടിമുടി നിന്ന് വിറയ്ക്കുകയാണ്. ഉണ്ണിയാർച്ചയ്ക്കാകെ വിഷമം തോന്നി. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ. 1000 വന്നാലും കാര്യമില്ല, അത് കണ്ട് നിങ്ങൾ ഭയന്നിടേണ്ട. 1000 വന്നാലും കാര്യമില്ല, അത് കണ്ട് നിങ്ങൾ ഭയന്നിടേണ്ട. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നുണ്ട്. വലക്കയും വടിയുമായി ഓടിയടയ്ക്കുന്ന നാഗപുരത്തുകാരെ കണ്ട് ഉണ്ണിയാർച്ച പറഞ്ഞു, നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, മുഴുവൻ തന്നുകൊള്ളാം. നിങ്ങൾ ആഭരണങ്ങളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആനത്തലയോട് ആഭരണം ഞാൻ അണിഞ്ഞിട്ടുണ്ട്, മുഴുവൻ തന്നുകൊള്ളാം. എന്നെ അഭിമാനിക്കാൻ തുനിയരുത്, എന്റെ ചാരിത്രത്തിൽ ഭംഗം വരുത്താൻ ആലോചിക്കരുത്. അങ്ങനെ നിങ്ങൾ എന്തിനെങ്കിലും തുനിഞ്ഞാൽ